2010 ഞാൻ നമ്മുടെ അതിരപ്പള്ളി റേഞ്ചിലെ അയ്യമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഒരു 38-39 വയസ്സുള്ളൂ. നല്ല നല്ല ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റുകാരന് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും ആകാംക്ഷയും നമുക്ക് കൗതുകമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞാനിരുന്ന റേഞ്ചിൽ തന്നെ തൊട്ടപ്പുറത്തെ ഒരു റേഞ്ചിൽ ഒരു സംഭവം, ഒരു ഒഫൻസ്. അപ്പോൾ കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. ഇങ്ങനെ ഒരു ആനയെ വേട്ടയാടി, ഒരു ചെറിയ ആനയാണ്, 8-9 വയസ്സുള്ളൊരു ആനയാണെന്ന് അറിഞ്ഞു. അപ്പോൾ അന്നിരുന്ന റേഞ്ച് ഓഫീസർ ഒരു നല്ല സുമുഖനും നല്ല ആക്റ്റീവായ റേഞ്ച് ഓഫീസറാണ്, ഒരു ജയമാധവൻ സാറ് ഇതറിഞ്ഞു. അപ്പോൾ DF വന്ന് ഇപ്പോൾ മരടിലുള്ളൊരു രഞ്ജൻ എന്ന് പറഞ്ഞ സാറാണ്, എൻ്റെ റേഞ്ച് ഓഫീസർ ഒരു വിനോദ്. ഇവരൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ഒരു ആനയെ വേട്ടയാടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് തന്നെ ഇതാണ്, ഞങ്ങളുടെ ടെറിട്ടറിയിൽ കയറി വനത്തിൽ കയറി ഒരു ആനയെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് DF ഒരു അന്വേഷണ സംഘം രൂപീകരിച്ച്. അപ്പോൾ അതിൽ കുറേ അധികം പേര്, എനിക്കിപ്പോൾ എൻ്റെ അറിവിലാണെങ്കിൽ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഔസേപ്പ്, പിന്നെ ഒരു അനിൽകുമാർ, അങ്ങനെ ഒരു ടീം, അവരൊക്കെ ഇപ്പോൾ ഡെപ്യൂട്ടിമാരും കുറേ പേർ റിട്ടയർ ചെയ്ത് ഒരു ടീമിനെ രൂപീകരിച്ചു. എന്നിട്ട് ഇത് നടന്ന സ്ഥലം പോയി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ജീവനക്കാരും ഡ്രസ്സിലൊന്നും പോകണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കും, നിങ്ങൾക്ക് എങ്ങനെ വേണം പോകാം. അപ്പോൾ എനിക്കൊരു ഇൻഫോമറേയും കിട്ടി. അപ്പോൾ അത് ആ വേട്ടയാടിയ സ്ഥലത്തിന് ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. ആ ഇൻഫോമർ ഞാനും കൂടി സിവിലിലാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ അവരുടെ കൂടെ കയറി. അപ്പോൾ ഈ അവിടെ ഒരു ട്രൈബ്സ് വാച്ചർമാർ ഒരു 3 പേരുണ്ട്. അതിലൊരാൾ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി അതിരപ്പള്ളി ഉൾക്കാട്ടിലേക്ക്, ഈ കോലത്തിരിമേട് എന്ന് പറയുന്ന ഉൾക്കാട്ടിലേക്കാണ് ഈ ആനവേട്ടയ സ്ഥലത്ത് പോയി ഇവരുടെ കൂടെ രാത്രി 2 ദിവസം ഞങ്ങൾ കഴിച്ചു കൂട്ടി. നമുക്ക് ഷെഡുകളോ ഒന്നുമില്ല, പാറയുടെ ചെരുവിൽ ഉണ്ടാക്കിയ ഒരു ഇതിൽ മാത്രമാണ്. അവിടെ ഞങ്ങൾ ഇവരുടെ കൂടെ ഇരുന്നിട്ട് ഇവർക്ക് നമ്മൾ ആവശ്യത്തിന് ഇവരുടെ വിവരം കിട്ടും, ഇവർക്ക് എന്തെങ്കിലും ഇവരാണ് ആദ്യം ഇൻഫർമേഷൻ പുറത്തേക്ക് വിട്ടത്. അവരോട് നമ്മൾ 2 ദിവസം അവരുടെ ഇടപഴകി ഭക്ഷണം അവരുടെ കൂടെ കഴിച്ചു. അപ്പോൾ ഞാൻ ഫോറസ്റ്റുകാരനാണെന്നൊന്നും അവർക്കറിയത്തില്ല. എന്നെ DF നിയോഗിച്ചു. ഞങ്ങൾ പോയി കഷ്ടപ്പെട്ടു. ഒരു വിവരം അവർ തരുന്നില്ല. അവർ മദ്യപിക്കും, ആവശ്യത്തിലധികം മദ്യപിക്കും ഒരു വിളക്ക്. അതിനുശേഷം 2-3 ദിവസം എന്നിട്ട് കിട്ടാത്തതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഇൻഫോമറുണ്ട്, അയാൾ ട്രൈബല്ല, സാധാരണ മനുഷ്യൻ. അപ്പോൾ അയാളും ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഞങ്ങളുടെ ക്യാമറ നഷ്ടപ്പെടുന്നു. അത് ഇവരെടുത്ത് മാറ്റിയതായിരുന്നു. ഞങ്ങൾ നഷ്ടപ്പെട്ട് പോട്ടെ, ഞാൻ ചെന്ന ഓഫീസിൽ പറയുന്നു അതിന് കോമ്പൻസേഷൻ തരാമെന്നൊക്കെ പറയുന്നു. പിറ്റേന്ന് ഇതിലൊരാളത് വിൽക്കാൻ കൊണ്ടുവരുന്നു, തിരിച്ചു പിടിക്കുക, അതൊക്കെ ഇതിൻ്റെ ഒരു സൈഡിലുണ്ടായ കാര്യങ്ങളാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും ഈ ഇടമലയാറിൻ്റെ ഉള്ളിൽ താളുങ്കണ്ടം എന്ന് പറയുന്നൊരു സെറ്റിൽമെൻറ്റിൽ നിന്ന് കുറേ പേര് അങ്ങോട്ട് കയറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഇതുപോലെ സിവിലിൽ അവിടെ പോയി കിടന്നു. അവിടെ ഞങ്ങൾ ഇതുപോലെ ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയുന്നത് ക്യാമറയും കൊണ്ടാണ് പോണത്. വെറുതെ മുണ്ടും ഷർട്ടും ഇട്ട് പലകപ്പുറത്തൊക്കെയാണ് കിടക്കണം. അങ്ങനെ ഒരു 2-3 ദിവസം അവിടെയും പോയി കിടന്നു. അവിടെ നിന്ന് വിവരം കിട്ടിയില്ല. ബട്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടമ്പുഴയിൽ നിന്ന് ഒരു വിവരം കിട്ടി. അതിന് ഇപ്പോൾ പത്തനാപുരത്ത് റേഞ്ച് ഓഫീസറിരിക്കുന്ന ഷൈജു എന്ന് പറയുന്ന വ്യക്തിക്കാണ് വിവരം കിട്ടിയത്. ഒരു സജി എന്ന് പറയുന്ന കുട്ടമ്പുഴയിലെ ഒരാൾ കാട്ടിൽ ഈ സമയത്ത് കയറിയിട്ടുണ്ടെന്ന്. ഉടനെ പോയി അവനെ പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ നമ്മുടെ സ്റ്റാഫ് 3-4 ദിവസം ഉറക്കൊളച്ച് അവൻ്റെ വീടിൻ്റെ പുറത്തിരുന്നു. അവൻ വരുന്നില്ല, പോകുന്നില്ല. ബട്ട് അവസാനം നമ്മൾ അവനെ പിടിച്ച് കൊണ്ടുവന്ന് തട്ടേക്കാട് IBയിൽ വെച്ച് അവനെ ചോദ്യം ചെയ്യുകയാണ്. അവൻ പറയുന്നില്ല, അവൻ സമ്മതിക്കില്ല, നല്ല ജയൻറ്റ് സൈസാണ്. അപ്പോൾ അന്ന് എനിക്ക് അത്യാവശ്യം കുറച്ചുകൂടിയൊക്കെ ഇതുണ്ട്. ഞാനും എൻ്റെ അടുത്ത് അനിൽകുമാർ എന്ന് പറഞ്ഞ് ഇപ്പോൾ കാരക്കാട് പോയി ഞങ്ങൾ 2 പേരും കൂടി അവനെ ശരിക്കും ചോദ്യം ചോദിച്ചു. ഇവൻ 2 കാലിൽ ഞങ്ങൾ 100 കിലോയുള്ള 2 പേര് കയറി നിന്നു. അങ്ങനെ എന്ത് ചെയ്തിട്ടും പറയുന്നില്ല. ഇന്നത്തെ പോലെ ആധുനിക സംവിധാനങ്ങൾ വന്ന് ചോദ്യം ചെയ്യാനില്ല, പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക, ഇതാണ്. ഒന്നും പറയുന്നില്ല അവൻ. പക്ഷെ അവനാണെന്നൊരു ധാരണ നമുക്ക് കിട്ടി. ബട്ട് അവസാനം നമ്മൾ ഈ പുറത്ത് കുറച്ച് രാഷ്ട്രീയക്കാർ കൂടി ഇവനെ കൊണ്ടുവന്നത് കുട്ടമ്പുഴക്കാർക്ക് രാഷ്ട്രീയക്കാരെ ഇടപെടുന്ന അവർ പുറത്ത് തടിച്ചുകൂടി അവനെ വെറുതെ വിടണം, അവൻ കുറ്റവാളിയല്ല. അപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് വരുമെന്നായപ്പോഴത്തേക്ക് ഞാൻ ഉടനെ എൻ്റെ കൺസേൺഡ് റേഞ്ച് ഓഫീസറെ വിളിച്ചപ്പോൾ പ്രതീക്ഷ അവിടെ നിന്ന് മാറ്റിയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ബുദ്ധിപരമായ ഒരു ചെറിയൊരു വാക്കവിടെ പറഞ്ഞു, നീ പറയുമൊന്നും വേണ്ട, നിന്നെ ഞങ്ങൾ നുണപരിശോധനയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഒരു എന്തോ ശാരീരികമായി എന്തോ ചെയ്തവനെ ഈ പുറത്തേക്ക് ഇറങ്ങി. അവന് ഈ പുറത്ത് ആൾ കൂടി ഇതൊന്നും അവനറിയുന്നില്ല. അവൻ വിചാരിച്ച് ശരിക്കും നുണപരിശോധനയാന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെയുള്ള പീഡനമൊക്കെ സഹിച്ചിട്ടായിരിക്കും അവൻ പറഞ്ഞു, സാർ എന്നെ എങ്ങും കൊണ്ടുപോകണ്ട, ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇവനുടനെ ആ ഒരു 8 പേരുടെ പേര്, ആ കുട്ടമ്പുഴ ടൗണിലുള്ള അതിലൊരു അണ്ടിക്കുഞ്ഞെന്ന് പറയുന്നവൻ ഇടമലയാർ ആനവേട്ട 18 ആനയെ വേട്ടയാടിയ കേസിലെ പ്രതിയാണ്. അവനടക്കം ഒരു 9 പേരും ഇവനും 10 പേരുടെ പേര് കൃത്യമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു. ശരിക്കും അന്നേരം ആ ജയമാധവൻ എന്ന് പറഞ്ഞ റേഞ്ച് സാറിൻ്റെ സന്തോഷം ഒന്ന് കാണണം. സാറ് പറഞ്ഞു, അതീക്ഷ നമ്മൾ രക്ഷപ്പെട്ടു, പ്രതികളുടെ പേര് കിട്ടി. ഉടനെ തന്നെ ഞങ്ങൾ കുറേ റേഞ്ച് ഓഫീസർമാർ, കുറേ ഡെപ്യൂട്ടിമാർ എല്ലാവരും ഉണ്ട്, ഒരു സ്ക്വാഡാണ് അവിടെ. അവരെല്ലാവരും ഈ വീടുകളിലേക്ക് ഇരച്ച് കയറി ഈ 8 പേരുടെയും പറഞ്ഞവരുടെ വീട്ടിൽ നിന്ന് കയറി. ശരിക്കും സംഘർഷം, ഇടിയൊക്കെ ഉണ്ടായി അന്ന് രാത്രി. ജനങ്ങളും ഞങ്ങളുമായിട്ട് സംഘർഷമുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ അണ്ടിക്കുഞ്ഞെന്നെ പിടിച്ചിട്ടിരുന്നപ്പോൾ അവൻ്റെ സഹോദരന്മാരെല്ലാം വന്ന് ഇടപെട്ടു. അങ്ങനെ നമുക്ക് അവനെ കൊണ്ടുവരാൻ പറ്റിയില്ല. അവരുമായിട്ട് സംഘർഷം ശരിക്കും ഉണ്ടായി. അത് ശരിക്കും കുറേ റേഞ്ച് ഓഫീസർമാരുണ്ട്, സജീവ് സാറ്, പിന്നെ എല്ലാവരുടെയും പേര് അവർക്ക് കുറേ പേര്, അവർക്ക് ഇപ്പോൾ ACFമാരാണ്. പിന്നെ SV വിനോദ് സാറ്, ജയമാധവൻ സാർ, ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പിന്നെ പിടിച്ചു പ്രതികളെ. 6-7 പേരെ കിട്ടി.
അതിനുശേഷം ചോദ്യം ചെയ്തത് തിരുവനന്തപുരത്താണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ചാക്ക അതിലുള്ള 1-2 വലിയ ഇൻ്റർനാഷണൽ ട്രേഡേഴ്സാണ് ഈ എലിഫ് ഇതിൻ്റെ. അവിടെ പോയി അതേ സമയത്ത് തന്നെ തിരുവനന്തപുരത്തേക്ക് DFO ഓപ്പറേറ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് അവിടെ റെയ്ഡ് ചെയ്ത് അവിടുന്ന് ആനക്കൊമ്പ് പിടിച്ചു. അവിടുന്ന് പ്രതികളെ കൊണ്ടുവന്നു. അങ്ങനെ ആ കേസ് ഈ തോക്കൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ കയ്യിലേക്കാണ് തോക്ക് കിട്ടിയത്. കുട്ടമ്പുഴയിൽ ഈ സജി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം പിടിച്ച പ്രതിയുടെ വീട്ടിൽ അവൻ്റെ പറമ്പിനോട് ചേർന്ന കാടാണ്. ആ കാടിൻ്റെ ബൗണ്ടറി ഒരു മരത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പൊതിഞ്ഞ് കെട്ടിയാണ് തോക്ക് സൂക്ഷിച്ചിരുന്നത്. ആ തോക്ക് അന്ന് തോക്കാണ്. തോക്കെടുത്ത് അത് ഞങ്ങൾ എപ്പോഴും കിട്ടുമ്പോൾ നമ്മൾ ഫയർ ചെയ്തത് ഒഴിവാക്കണം. അപ്പോൾ ഫയർ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ജീവനക്കാരന് പൊള്ളലേറ്റ്. ശരിക്കും അത് അതിൻ്റെ കൺസ്ട്രക്ഷൻ ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം പൊള്ളലേറ്റു. ആ തോക്ക് സീസ് ചെയ്ത് ആ കേസ് ചാർജ് ചെയ്ത് ആ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്ത് വളരെ നിർണായകമായൊരു കേസായിരുന്നു വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ അതിനുശേഷം ആ സമയത്ത് പിന്നീട് ആ ഒരു ഫോളോ അപ്പ് ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കാം പിന്നീട് ഒരു 5-6 കൊല്ലത്തിന് ശേഷം ആ ഭാഗത്തു നിന്ന് തന്നെ ഇടമലയാറ് ആനവേട്ട വ്യാപകമായ ആനവേട്ട നടന്നത്. സാധാരണയായിട്ട് ഈ ആനയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇവർ ജഡം മറവ് ചെയ്യുന്നൊരു രീതി ഉണ്ടോ? ഇല്ല, മറവേയില്ല. അവർ അതിനുള്ള സമയമൊന്നും എടുക്കത്തില്ല. ഒരു ആനയെ വേട്ടയാടി ഇവർ പോകുന്ന ഗ്രൂപ്പായിട്ട് പോകുമ്പോഴത്തേക്കും ഈ ഇടമലയാറ് ഞാൻ പറഞ്ഞില്ല കൊലത്തിരിമേട് കേസിൽ അവർ പോണ വഴിക്ക് ചെറിയ മൃഗങ്ങളെ വെടിവെക്കും. എന്നിട്ട് അതിൻ്റെ ഭക്ഷണത്തിന് ഉപയോഗിക്കും. മ്ലാവ്, ചെറിയ കൂരൻ, ചെറിയ പന്നികളോ അല്ലെങ്കിൽ കേഴയൊക്കെ ഇട്ട് അവർ വെടിവെക്കാതെ ഉണക്കും, കറി വയ്ക്കും, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. അല്ലാതെ ഈ ആനയുടെ ബോഡി ഒരിക്കലും അവർ മറവ് ചെയ്യത്തില്ല. അതിനുള്ള ഒരു നമുക്ക് നാട്ടിലൊരു ആനയെത്താൽ പോലെ ഒരു JCB ഒക്കെ വെച്ച് വലിയ കുഴിയെടുത്താൽ മറവുകയാണ്. അങ്ങനെയുള്ള അവർക്കതിൻ്റെ ആവശ്യമില്ല. അവർ വേട്ടയാടിയൊക്കെ പോകുന്നു, ഒരു കൊമ്പ് കിട്ടുന്നു, അത് പൊഞ്ഞെടുക്കുന്നു, അങ്ങനെ പോകുന്നു, ഭക്ഷണം വെച്ച് കഴിക്കുന്നു. 5, 6, 8, 10 ദിവസത്തെ പ്രോഗ്രാമായിട്ടാണ് അവർ പോകുന്നത്. ഒരാളല്ല, എല്ലാവരുടെയും നിറതൂക്കം കാണും. അതിൻ്റെ ഫോറസ്റ്റുകാരെ കണ്ട അവർ ആക്രമിക്കും. തിരിച്ച് നമുക്ക് അതൊരു ഈ നമ്മുടെ വനംവകുപ്പിൽ നമ്മൾ ആനവേട്ട ഏറ്റവും ഗൗരവതരമായി കാണുന്ന ഇതാണ്. അപ്പോൾ അന്ന് ഇരുന്ന ഓഫീസർമാർ, ഒരു അമിത് മല്ലിക് സാറൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഒരു പരിധി വരെ ഡൽഹിയിലൊക്കെ പോയി ഇൻ്റർനാഷണൽ ട്രേഡേഴ്സിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. ഒരു ടീം രൂപീകരിച്ച് ഒരു 2-3 പേരുണ്ട്. ഒരു സന്ദീപ് സാറ്, ഒരു അജീഷ് സാറ്, അവരുടെയൊക്കെ നേതൃത്വത്തിലൊരു സ്ക്വാഡ് രൂപീകരിച്ച് ആനവേട്ട ഒരു പരിധി വരെ ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ ഈ നാട്ടിൽ സ്വാഭാവികമായിട്ട് മരിക്കുന്ന നാട്ടാനകളുണ്ട്. ഈ നാട്ടാനകൾക്കും ഈ വനത്തിൽ കൊണ്ടുപോയാണ് സംസ്കരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? പിന്നീട് അതിൻ്റെ കൊമ്പ് ശേഖരിച്ച് വനംവകുപ്പ് ഏറ്റെടുക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടാനകൾ, മരിക്കുന്ന ആനകൾ ഈ ടൗണുകളിലാണ് കൂടുതൽ ആനകളുള്ളത്. അതിന് അവിടെ തന്നെ സംസ്കരിക്കുന്നതിന് കുറച്ച് തടസ്സങ്ങളുണ്ട്. അയലൊക്കത്തുള്ളവരൊന്നും സമ്മതിക്കത്തില്ല. ബോഡി ഒത്തിരി ഉണ്ടല്ലോ, മാസ് ഒത്തിരി ഉള്ളതുകൊണ്ട് അത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വനം വകുപ്പ് അതിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഏറ്റവും അടുത്തുള്ളത് എറണാകുളത്ത് കോടനാട് റേഞ്ചിൽ തന്നെയുള്ള പെരുന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആന ശ്മശാനമുണ്ട്. ഈ ആനയെ അവിടുത്തെ ഈ നാട്ടാനകളുടെ ചുമതല എപ്പോഴും സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിനാണ് വനം വകുപ്പിൽ. അവിടുത്തെ റേഞ്ച് ഓഫീസർമാരും ഈ ആനയും 2 വെറ്റിനറി സർജന്മാർ, പിന്നെ NGOs, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനുണ്ടല്ലോ, അവരിൽ 2-3 റെപ്രസെൻറ്റേറ്റീവ്സ് അടക്കം ഈ ആനയെ ഈ പെരുന്തോടെന്ന് പറയുന്ന കാടിൻ്റെ ഉൾക്കാട്ടിലാണ് അവിടെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം നടത്തി ഇതിൻ്റെ മരണകാരണം തിട്ടപ്പെടുത്തി അവിടെ തന്നെ സംസ്കരിക്കും. അതാണ് ചെയ്യുന്നത്. അതിനുള്ള പോസ്റ്റ്മോർട്ടം എങ്ങനെയാണ്? അത് ഡോക്ടേഴ്സ് ഉണ്ടാവും. അതിനെ കീറി മുറിച്ച് ബോഡിയിൽ നിന്ന് അതിൻ്റെ ബോഡി പാർട്സ്, ഹാർട്ട്, ലിവർ, ലങ്സ് എല്ലാത്തിൻ്റെ സാമ്പിൾ, കുടലിൻ്റെയൊക്കെ സാമ്പിൾ എടുക്കും. ഇനി പോയിസണസ് ആണോ അതോ ഇനി ഇവർ വല്ല വേറെന്തെങ്കിലും പകർച്ചവ്യാധികൾ ഒത്തിരി ഇതുണ്ടല്ലോ, ഫുഡ് മൗത്ത് ഡിസീസ്, അങ്ങനെയുള്ള കുറേ ഡിസീസസ് എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ നമ്മൾ അതിന് മുൻകരുതൽ എടുത്തിട്ട് അതിനെ സംസ്കരിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് അസുഖം എന്നുള്ളത് പരിശോധിക്കാനായിട്ട് വിദഗ്ധരായ വെറ്റിനറി സർജന്മാർ, നമുക്കെല്ലാ ഏരിയയിലും ഫോറസ്റ്റ് വെറ്റിനറി സർജന്മാരുണ്ട്, ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസേഴ്സ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ബിനോയ് ഡോക്ടറുണ്ട്, അരുൺ സക്കറിയ ഡോക്ടറുണ്ട്, പലരുണ്ട്. അങ്ങനെ അവരുടെ നേതൃത്വത്തിലാണ് അനുരാജ് എന്ന് പറഞ്ഞ തേക്കടിയിലുള്ള ഡോക്ടറുണ്ട്. ഇവരൊക്കെ ഇതുപോലെ നാട്ടിലുള്ളതാണെങ്കിൽ അവരെ വിളിക്കും. അവർ പറയും ഇതാണ് മരണകാരണം എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട്. നാട്ടകാരകളുടെ എണ്ണം വളരെ ഗുരുതരമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ 2 കൊല്ലം കൊണ്ട് എൻ്റെ അറിവിലൊരു 25 നാട്ടാന, അതെല്ലാം പ്രമുഖന്മാരായ വലിയ കൊമ്പന്മാരാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ ആന മരിച്ചിരുന്നു. അപ്പോൾ നാട്ടാനകളുടെ വംശനാശം ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പുതിയ ആനകളൊന്നും വരുന്നില്ലാത്തതുകൊണ്ടും ഏകദേശം വംശനാശം എന്നല്ല എന്ന് പറയുന്നത്, അതില്ലാതാവുകയാണ്. സാർ, ഇതിൻ്റെ കൊമ്പുകൾ എന്താണ് ചെയ്യുന്നത്? സാധാരണ കൊമ്പുകൾ സോഷ്യൽ ഫോറസ്ട്രി ഏറ്റെടുക്കും. ഇതിൻ്റെ ഉടമസ്ഥന് കൊടുക്കത്തില്ല, നമ്മൾ തന്നെ ഏറ്റെടുത്തിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നമുക്കൊരു ട്രഷറി പോലെ ഒരു സംവിധാനമുണ്ട്. അവിടെ നമ്മളെല്ലാ ആനക്കൊമ്പുകളും കൺസേൺഡ് ഇതിൽ നിന്നും ലോഡ് ചെയ്ത് ഒരേ സമയത്ത് കുറേ അധികം കൊമ്പുകളാകുമ്പോൾ ഇതുകൊണ്ട് തിരുവനന്തപുരത്ത് എസ്റ്റേറ്റ് ഓഫീസർമാരുടെയും 3 DFOമാരുടെയും സാന്നിധ്യത്തിൽ മഹസർ എഴുതി അവിടെ സൂക്ഷിച്ചു വെച്ചു. 100 ആയിരക്കണക്കിന് ആനക്കൊമ്പ് അവിടെ ഉണ്ട്. ഇത് പിന്നെ കേടായി പോയില്ല? ഇല്ല, ആനക്കൊമ്പ് ഒരിക്കലും കേടാകത്തില്ല. പിന്നീട് ഏതോ ഒരു നേവൽ മിലിറ്ററി ആസ്ഥാനത്തുള്ള അവരെന്തോ കുറച്ച് കൊമ്പ് ചോദിച്ചിരുന്നു, അവർക്ക് കൊടുത്തിരുന്നു എന്നാണ് എൻ്റെ അറിവ്.
പിന്നെ ഇപ്പോൾ അത് നിറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റോറേജ്, ഭയങ്കര ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. സാധാരണ ഇങ്ങനെ പിടിക്കുന്ന സാധനങ്ങൾ കാലക്രമത്തിൽ ഇത് നശിപ്പിച്ച് കളയുന്ന ഒരു പരിപാടിയൊന്നുമില്ല. നിലവിൽ ആനക്കൊമ്പൊന്നും നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. വേറെ എന്തൊക്കെ സാധനങ്ങളാണ് ഇത്തരത്തിൽ? ഇല്ല, വനംവകുപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ കാട്ടിറച്ചി സീസ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് അത് നശിപ്പിച്ച് കളയും. അല്ലാതെ ഉള്ള ഇപ്പോൾ തടിയാണെങ്കിൽ നമ്മൾ വാഹനങ്ങൾ സീസ് ചെയ്താൽ ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടും. തടിയാണെങ്കിൽ നമ്മളത് ഇപ്പം നമ്മൾ ഈ റീസെൻ്റായിട്ടുള്ള ഫോറസ്റ്റ് കേസിൽ പിടിക്കപ്പെടുന്ന തടികളെല്ലാം തന്നെ നമ്മളത് ലേലം ചെയ്യും. സർക്കാർ ഓരോ കാലഘട്ടങ്ങളിൽ ഡേറ്റ് പറയും. ആ ഡേറ്റിൽ നമ്മൾ തൊണ്ടി എന്ന് പറയുന്ന തൊണ്ടിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് ഓപ്ഷൻ ലേലം നടത്തി സർക്കാരിലേക്ക് അത് മുതൽ കൂട്ടും.